വിജയുടെ സെക്കൻഡ് ലാസ്റ്റ് ചിത്രം എന്നാണ് ഗോഡിനെ വിശേഷിപ്പിക്കുന്നത്. സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. ഇങ്ങനെ ലാസ്റ്റ് ചിത്രം എന്ന് പറഞ്ഞു പോയ പലരും തിരിച്ചു വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ അനുഭവം. സിനിമ മടുത്തിട്ട് തന്റെ പാഷൻ മറ്റെന്തോ ആണ് എന്ന വിചാരത്തിൽ പോകുന്നവരാണ്. അവസാനം അവരെല്ലാവരും തിരിച്ച് സിനിമയിലേക്ക് തന്നെ എത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമസ്കാരം. GOAT ഗോഡ് ട്രെയിലർ റിയാക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രെയിലറിൽ എടുത്തു പറയേണ്ട ഗൂസ് ബംപ് സീൻ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ 3 സീനുകളാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്ന്, ഈ അനിമേറ്റഡ് സീനാണ്. ഒരു രക്ഷയുമില്ല. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ രോമാഞ്ചം തോന്നിപ്പോയി. അത്ര മനോഹരമായ ഒരു സീനാണ്. ഈ സീനിന് ഒത്തിരി മീനിങ്ങുകളുണ്ട് എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിജയുടെ ഒത്തിരി പടങ്ങളുടെ റെഫറൻസ് ആണ് ഈ സീനുകളിൽ കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ പഴയ സിനിമ തൊട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ വരെയുള്ള സീനുകളിലെ അദ്ദേഹത്തിന്റെ ഗെറ്റപ്പുകളെല്ലാം എടുത്ത് കോർത്തിണക്കിക്കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു അനിമേഷനാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തത്. പിന്നെ വിജയുടെ ചെറുപ്പകാലത്തെ ലുക്ക്, അതിൽ ഒരു ലുക്ക് ശരിക്കും ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ റിയൽ ആയിട്ട് അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ എങ്ങനെ ഇരുന്നോ അതേ ലുക്കിൽ അദ്ദേഹത്തെ കാണിക്കുന്നുണ്ട്. അത് വളരെ മനോഹരമായി എനിക്ക് ഫീൽ ചെയ്തു. അത് എന്റെ ഉള്ളിൽ ഒരു ഗൂസ് ബംപ് ഉണ്ടാക്കുകയും ചെയ്തു. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്ത് ഗില്ലിയുടെ റെഫറൻസ് അവസാനം കാണിക്കുന്നുണ്ട്. ഒരു മലയാളി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഗില്ലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമയാണ്. നമ്മൾ മലയാളികൾ പലരും വിജയെ അറിയുന്നതും വിജയുടെ ഫാനായി മാറുന്നതും ഗില്ലി എന്ന സിനിമയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ സീൻ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു സീനാണ്. പിന്നെ ഒരു മലയാളി പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 പേരുടെ സാന്നിധ്യം വളരെ സന്തോഷം ഉണ്ടാക്കി. അതായത് ജയറാമേട്ടൻ, പിന്നെ അജ്മൽ അമീൻ, പിന്നെ പ്രശാന്ത്. മലയാളത്തിൽ MD വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ പെരുന്തച്ചൻ എന്ന ഒറ്റ സിനിമ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് പ്രശാന്ത്. അദ്ദേഹത്തിന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങൾക്ക് ശേഷം സിനിമയിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇതേപോലെ ഒരു വലിയ സിനിമയിൽ കണ്ടതിൽ നമുക്ക് വളരെ സന്തോഷം. സ്പൈ വേഴ്സിലുള്ള ഈ ഒരു ട്രെയിലർ മൊത്തത്തിൽ നമുക്കൊരു ഗൂസ് ബംപ് സമ്മാനിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. വേറൊന്നും കൊണ്ടല്ല, പത്താനും ലിയോയും പോലത്തെ ഒരു ട്രെയിലർ തന്നെയാണ് ഗോട്ടിനും കിട്ടിയിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും സീനുകളിലോ അല്ലെങ്കിൽ എഡിറ്റിംഗിലോ എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. സ്പൈവേഴ്സ് ആണ്. ഹിന്ദിയിലും തമിഴിലൊക്കെ ആയിട്ട് സ്പൈവേഴ്സുകൾ ഇപ്പൊ ചറവറ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പൈവേഴ്സിനോടൊന്നും വലിയ താല്പര്യമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ വെങ്കട് പ്രഭു ആയതുകൊണ്ട് ഈ പറയുന്നത് പോലെയൊന്നും ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ പടങ്ങളൊന്നും നോർമൽ പടങ്ങളായിരിക്കില്ല. എല്ലാം ഒരുതരം ഞെട്ടിക്കുന്ന ഗൂസ് ബമ്പുകൾ ഉണ്ടാക്കുന്ന പടങ്ങളാണ് ഇതുവരെ വെങ്കട് പ്രഭുവിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലാതെ ഒരു നോർമൽ പടം അല്ലെങ്കിൽ നോർമൽ ഹീറോ പടം അങ്ങനെ ഒരു ലെവലിലായിരിക്കില്ല വെങ്കട് പ്രഭുവിന്റെ കയ്യിൽ നിന്ന് വരിക. ചിലപ്പോൾ ഒരു ടൈം ട്രാവൽ ആയിരിക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ആയിരിക്കും. ഒരിക്കലും നോർമൽ സാധനമായിരിക്കില്ല വെങ്കട് പ്രഭുവിന്റെ കയ്യിൽ നിന്ന് വരുന്നത്. അതേപോലെ തന്നെ മാസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു കോമഡി കൂടെ ചേർന്നിട്ടുള്ള മാസ് ആയിരിക്കും വെങ്കട് പ്രഭുവിന്റെ മാസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു കോമഡി ഔട്ട്ബ്രേക്ക് ആയിരിക്കും വെങ്കട് പ്രഭുവിന്റെ മാസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംവിധായകനാണ് വെങ്കട് പ്രഭു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പടത്തെ അല്ലെങ്കിൽ ട്രെയിലറിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റർ കണ്ടിട്ട് ഈ പടം ഇങ്ങനെ ആയിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സംവിധായകനാണ് വെങ്കട് പ്രഭു. ട്രെയിലറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സ്പൈ ആണ്. വിജയുടെ 3 ഗെറ്റപ്പുകൾ കാണിക്കുന്നുണ്ട്. ഒരു പ്രായമായ വിജയെ കാണിക്കുന്നുണ്ട്, ഒരു യങ് വിജയെ കാണിക്കുന്നുണ്ട്, ഒരു കുട്ടി വിജയെ കാണിക്കുന്നുണ്ട്. അതിൽ പ്രായമായ വിജയുടെ മകനാണ് യങ് വിജയ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. രണ്ടുപേരും മാസാണെന്നും ട്രെയിലർ തന്നെ പറയുന്നുണ്ട്. വിജയ്ക്ക് 4 കൂട്ടുകാരുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ജയറാമേട്ടനും പ്രശാന്തും ഒക്കെ ആ കൂട്ടുകാരിൽപ്പെട്ടവരാണ്. ഇവരെല്ലാം ഇപ്പോഴും സർവീസിൽ ഉള്ളതായിട്ട് നമുക്ക് ട്രെയിലർ കാണാൻ പറ്റുന്നുണ്ട്. വിജയ് സർവീസിൽ നിന്നെല്ലാം വിട്ടിട്ട് വേറെന്തോ പരിപാടിയൊക്കെ കറങ്ങി നടക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തോ ഒരു മിഷന്റെ ഭാഗമായി വിജയ്യെ തിരിച്ചു കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. വിജയ് വേറെ ലെവലാണെന്നൊക്കെ ഇവർ പൊക്കിയടിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ട്രെയിലർ മെയിൻ ആയിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ അച്ഛന്റെയും മകന്റെയും ലിയോയിൽ ഉള്ളതുപോലത്തെ ഒരു ബൈക്ക് റേസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ ബൈക്ക് റേസിൽ മകൻ ഷൂട്ട് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊക്കെ ട്രെയിലർ കാണിച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് വലിയ എക്സൈറ്റിംഗ് ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. നമുക്ക് മെയിൻ ആയിട്ട് എക്സൈറ്റിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ചില സീനുകൾ, ചില വ്യക്തികൾ, പിന്നെ ആനിമേഷൻ, അങ്ങനെയുള്ള ചില സ്ഥലങ്ങളൊക്കെയാണ്. പിന്നെ ചില റെഫറൻസുകൾ. എന്തൊക്കെയാണെങ്കിലും പടം വെങ്കട് പ്രഭുവിന്റേതായതുകൊണ്ട് നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പടം വേറെ ലെവലായിരിക്കും, ആ കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. പിന്നെ ആ വേറെ ലെവൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമുക്കൊരു പേടി. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ വരുന്ന പല പരീക്ഷണ ചിത്രങ്ങളും പല പുതിയ മോഡേൺ ചിത്രങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനോ മനസ്സിലാക്കാനോ പറ്റുന്നില്ല. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് പടം എന്തായാലും തിയേറ്ററിൽ കണ്ടാൽ മാത്രമാണ് ഇത് എങ്ങനെ ഇരിക്കും എന്ന് പറയാൻ പറ്റുള്ളൂ. വിജയുടെ ഗോട്ടിനോടൊപ്പം സൂര്യയുടെ കങ്കുവ കൂടെ വരുന്നുണ്ട്. ഗോട്ട് എന്ന് പറഞ്ഞാൽ ഒരു മോസ്റ്റ് മോഡേൺ ഫിലിമാണ്. സൂര്യയുടെ കങ്കുവ എന്ന് പറഞ്ഞാൽ ഒരു പീരിയോഡിക് മൂവിയാണ്. എന്നാൽ പോലും ഇവരിൽ ആര് ജയിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് എല്ലാം കൊണ്ടുവന്ന് ട്രെയിലർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ വിജയുടെ സെക്കൻഡ് ലാസ്റ്റ് മൂവിയാണ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് ലാസ്റ്റ് മൂവിന് ശേഷം ലാസ്റ്റ് മൂവി വരും. അതിനുശേഷം വിജയ് രാഷ്ട്രീയത്തിലേക്ക് പോകും. ജാതി രാഷ്ട്രീയം കൊണ്ട് കലങ്ങി മറിഞ്ഞ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. വിജയ് ഒരു ക്രിസ്ത്യാനിയാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ജാതിക്ക് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന
തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നമുക്ക് കാണാം. സിനിമയിലെ സൂപ്പർ സ്റ്റാറിന് റിയൽ ലൈഫിൽ സൂപ്പർ സ്റ്റാർ ആകാൻ കഴിയുമോ എന്നും കൂടെ നമുക്ക് കണ്ടറിയാം. ഇനി ഒന്നും സംഭവിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആരാധകരെല്ലാം ഇവിടെ റെഡിയാണ്. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ 2 കൈ നീട്ടി പൂർവാധികം ശക്തിയോടെ നമ്മൾ അദ്ദേഹത്തെ സ്വീകരിക്കും. ഇതേപോലെ സിനിമ വിട്ട തലയെയും കമലഹാസനെയും ഷാരൂഖ് ഖാനെയും ഒക്കെ വർഷങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരും 2 കൈ നീട്ടി സ്വീകരിച്ചതുപോലെ വിജയെയും ഉറപ്പായും സ്വീകരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.